അതെ, ഈ ക്രാഫ്റ്റിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ ക്രാഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. എന്റെ ഇളയ മോള് LKG-യിലാണ് പഠിക്കുന്നത്. ഇന്നലെ ഞാൻ അവളെ ഒന്ന് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേനും ഭയങ്കര മടി. അപ്പൊ ഞാൻ പറഞ്ഞു, കുറച്ചു നേരം എഴുതുകയാണെങ്കിൽ നാളെ നീ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും ഞാനൊരു സർപ്രൈസ് തരാമെന്നുള്ളത്. അത് കേട്ടപ്പോഴത്തേനും പുള്ളിക്കാരി എഴുതാൻ റെഡിയായി. ഇന്നാള് സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ എന്നോട് പറഞ്ഞു, ഐ ജസ്റ്റ് കാൺ വെയിറ്റ് ഫോർ മൈ സർപ്രൈസ് എന്നുള്ളത്. അവൾ ആ പറഞ്ഞത് കേട്ടപ്പോഴാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ കൊടുത്ത വാഗ്ദാനം പോലും എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ കുറച്ചു നേരത്തിന് എന്താ കൊടുക്കാന്നുള്ളതായി ആലോചന. ആദ്യം കരുതിയത് ചോക്ലേറ്റോ കാൻഡിയോ ഒക്കെ കൊടുത്ത് അവളെ ഒന്ന് ഒതുക്കാന്നുള്ളതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്രാഫ്റ്റ് അവൾക്ക് വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യാന്നുള്ളത്. എന്റെ ക്രാഫ്റ്റ് സപ്ലൈസിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ ഗ്ലിറ്റേഴ്സും സ്റ്റിക്കേഴ്സും. അപ്പൊ പിന്നെ ഞാൻ കരുതി ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത്. ഇത്രയും കണ്ടപ്പോഴത്തേനും നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണുമല്ലോ അല്ലേ? ഇതൊരു ബുക്ക് മാർക്കാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബുക്ക് മാർക്കിന് കുറച്ച് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് എടുത്ത് വെച്ചിട്ട് അവൾക്ക് ഏതാ ഇഷ്ടപ്പെടുക എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. പിന്നെ അവളെ പോലെ തന്നെ ക്യൂട്ടായിട്ട് ഫ്രോക്ക് ഇട്ട് നിൽക്കുന്ന ഒരു ബണ്ണീനെ സെലക്ട് ചെയ്തു. അതും പോരാഞ്ഞിട്ട് കുറച്ചുകൂടെ സ്റ്റിക്കേഴ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിന്റെ ഒരു ഫൈനൽ ടച്ചിനായിട്ട് ഞാൻ ഒരു റിബൺ കൂടെ കെട്ടി കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെ എന്നും പഠിക്കണം എന്നുള്ള മെസ്സേജ് ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സും ഗ്ലിറ്റേഴ്സും അവൾക്കും കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ഗിഫ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടോ അതോ ഇല്ലയോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. പിന്നെ ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും വേണ്ട.